ഹായ്, നമ്മൾ പൊതുവെ കെറ്റിലുകൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക? ഒന്ന് പറഞ്ഞു നോക്കിയേ. വെള്ളം തിളപ്പിക്കാൻ, പിന്നെ ചായ ഉണ്ടാക്കാൻ, അങ്ങനെ അല്ലേ. എന്നാൽ അത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കെറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കൂടെ നമ്മുടെ ഈ ഒരു അഗാരോ റീജൻസി മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമർ, ഇതിൻ്റെ റിവ്യൂ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാതും ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, വീഡിയോയിലോട്ട് പോവാം. ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു യൂസർ മാനുവലും അതുപോലെ തന്നെ ഒരു വാറൻറ്റി കാർഡും കിട്ടും കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് ലിഡാണ്. ഉള്ളിൽ എന്താ അവസ്ഥ എന്നുള്ളത് ഇത് വെച്ചുകൊണ്ട് നമുക്ക് കാണാനും പറ്റും. പിന്നെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബൗളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റീമർ ഉണ്ട്. ഏകദേശം 1 ലിറ്ററാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. ഒരു എഗ് ബോയിലിംഗ് റാക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഗ്രിൽ റാക്കും കൂടെ ഉണ്ട്. ഇനി ഇതിൻ്റെ ബേസ് ഒന്ന് നോക്കാം. 360 ഡിഗ്രി ഡിറ്റാച്ചബിൾ പവർ ബേസ് ആണ് കേട്ടോ. 600 വാട്ട് പവർഫുൾ ഹീറ്റിംഗ് ആണ് ഇതിന് വരുന്നത്. കുഴപ്പമില്ലാത്ത ഒരു മെറ്റീരിയൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ പാർട്ട് വരുന്നുണ്ട്. ഇതൊരു ഡബിൾ ലെയേർഡ് ബോഡിയാണ് വരുന്നത് കേട്ടോ. ഒരു 1.2 ലിറ്റർ ഇന്നർ പോർട്ട് കപ്പാസിറ്റി ആണ്. ഉള്ളിൽ 304 സ്റ്റെയിൻലെസ് സ്റ്റീലും ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പവർ നമുക്ക് 2 ഓപ്ഷനിൽ, ഓഫും പിന്നെ 1ഉം 2 ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആക്കാൻ പറ്റും. ഓവറോൾ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അടിപൊളിയാണ്. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബാച്ചിലർ സ്പെഷ്യൽ മാഗി ഒന്ന് ട്രൈ ചെയ്താലോ. ഞാൻ ചെറിയൊരു പാക്കറ്റാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്, മറ്റൊന്നുമല്ല. റിവ്യൂസ് ആകുമ്പോഴും നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കഴിക്കും വേണം. പിന്നെ സെപ്പറേറ്റ് വീഡിയോ എടുക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആണല്ലോ. സോ നമുക്ക് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ. ഞാൻ കെറ്റിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന മസാലയും കൂടെ ഇട്ട് കൊടുക്കുക അല്ലേ. അതുപോലെ തന്നെ ഇത് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലിഡും ഞാനിവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാം. ഗ്ലാസ് ലിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് അടച്ചന്നെ വെച്ചോളണമെന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ തുറന്നുകാണ്ട് ഇളക്കി കൊടുക്കാനും പറ്റുമേ. ഒരു കെറ്റിൽ കുക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് പായസമോ അതുപോലെയൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ നൂഡിൽസ് റെഡി. അപ്പം നമുക്ക് എടുത്താലോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഴം മുട്ടൊന്ന് പിഴുങ്ങി നോക്കാം കേട്ടോ. സെറ്റ് ആവുമെന്നുള്ളത്. രണ്ടും ഒരുമിച്ചാണ് ഞാൻ ചെയ്യണത്. താഴെ മുട്ടയും വെക്കുകയാണ്, മുകളിൽ പഴവും വെക്കുകയാണ്. നമുക്ക് തുടങ്ങാം. ഇതിന്മേൽ 6 മുട്ടയാണ് നമുക്ക് പുഴുങ്ങാൻ പറ്റുക കേട്ടോ. ആൻഡ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് മുട്ട ഉള്ളിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് വെക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. പഴവും താഴെ മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യാം. ഫുള്ളിലാണ്, സെക്കൻഡ് തീ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഴം മുട്ടും പുഴുങ്ങാൻ വെച്ചിട്ട് കുറച്ച് നേരമായി. ഇതവിടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പഴത്തിന് പകരം നമുക്ക് വെജീസോ അങ്ങനെ എന്ത് വേണമെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അടിയിൽ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയം നമുക്ക് മുകളിൽ സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരേ സമയം തന്നെ നമുക്ക് 2 രീതിയിൽ ഇതിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയായി. അടുത്തതായിട്ട് നമ്മൾ ബേക്കിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. സോറി, ബേക്കിംഗ് അല്ല, സ്റ്റീമിങ്. നമുക്ക് നല്ലൊരു അടിപൊളി കേക്ക് ഈ ഒരു കെറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു സ്റ്റാൻഡ് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം. ഞാൻ ഇവിടെ കുറച്ച് ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യെസ്, സെറ്റ്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് സ്റ്റാൻഡുമ്മക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ ലിഡുമത്തെ വെള്ളമൊക്കെ അതിലേക്ക് തന്നെ ഇറങ്ങൂലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. യെസ്, ഇനി അതിലേക്ക് ഒറ്റൂല.
അലുമിനിയം ഫോയിലാണ് വേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിലത്തെ അലുമിനിയം ഫോയിൽ ആകെ കേട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്, ഓൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം സെറ്റ് ആവുമോയെന്ന്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാം. അയ്യോ, ഇതിപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് എടുക്കുക? യെസ്, കിട്ടിപ്പോയി. ഇല്ല, അയക്കണം ഒന്ന് ചൂടാറാനുള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഇതാട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോഴാണ് കുക്ക് ആയിട്ടില്ല എന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷേ ഇത് കുക്കായിട്ടുണ്ട്. യെസ്, നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് കലാപരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ അതിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാതും ഇട്ടു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓയിൽ 2 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതെങ്ങനെയാ വെച്ചാൽ ഓയിൽ മാത്രം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ഓഫ് ആകും. പിന്നെ നമ്മൾ ആ ഒരു ഓയിൽ ഇട്ടുകൊണ്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ഓണാക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എന്നില്ലേ തോന്നും കേട്ടോ. പക്ഷെ ഒരിക്കലും പറ്റൂല. നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൽ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഓഫ് ആകുമ്പോഴേ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഓണാക്കിയാൽ അത് ഓണാവും കേട്ടോ. അപ്പോൾ നമ്മൾ വെജീസ് ഒന്നും കിട്ടി സോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സവാള, ഫ്രഷ് പീസ്, പനീർ, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിലൊക്കെ കടന്നിട്ട് ആ റൈസ് കുക്കാവുമ്പോൾ അതായിരിക്കും ഒന്നുകൂടെ പെർഫെക്റ്റും തോന്നി. ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അതായത് ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം 3/4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു 2 കപ്പ്, അതായത് ഇപ്പം ഞാൻ എടുത്തതിൻ്റെ ഇരട്ടി, അരി എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പനീറിന് പകരം ചിക്കൻ വേണമെങ്കിൽ അതും എടുക്കാം, സീനില്ല. ഇനി ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിവിടെ അരി ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അടച്ച് വെക്കുകയാണ്. പിന്നെ ഇവിടെ 2ലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, അത് 1ക്ക് ആക്കുന്നുണ്ട്. ഇനി ഇതിവിടെ കിടക്കട്ടെ, സെറ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിയില ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഗീ റൈസും എഗ് റൈസും ജീര റൈസും ടൊമാറ്റോ റൈസും അതുപോലത്തതൊക്കെ ഇതിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു കെറ്റിൽ? പിന്നെ ഇതിൽ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ചായയും പാലൊക്കെ തിളപ്പിക്കാനും ചായ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷേ അതൊക്കെ നമ്മൾ പൊതുവേ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒത്തിരി സംഭവങ്ങൾ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും. പിന്നെ ഇതൊരു വലിയ ഫാമിലിക്കൊന്നും പറ്റൂല, ചെറിയ ഫാമിലിക്ക്, ഹോസ്റ്റല്, അതുപോലെ തന്നെ ബാച്ചിലർ ലൈഫ്, പിന്നെ ബിസി വർക്കിംഗ് മോംസ്,
ചെറിയ ക്വാണ്ടിറ്റിയിൽ പെട്ടെന്ന് കുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഫാമിലിയിൽ ഈ ഒരു കെറ്റിൽ അത്രത്തോളം ഉപകാരപ്പെട്ടോളണം എന്നില്ല കേട്ടോ. ഏകദേശം 1400 സംതിങ് ആണ് ഞാനിത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. അതുപോലെ തന്നെ ഇതുവരെ ഇവിടെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാട്ടോ. പക്ഷേ ഈ ഒരു കെറ്റിൽ ബെസ്റ്റ് ആണ്. സോ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാം. ഇവർ നമ്മൾ യാത്രകളൊക്കെ പോകുന്നവരാണെങ്കിൽ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ. ശരി, ടാറ്റാ ബൈ.